ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇന്ന് സന്തോഷത്തോടു കൂടെയാണ് ദൈവസനിലായിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം 0484422211 എന്ന് പറയുന്ന നമ്പറിലേക്ക് ദയവായി വിളിച്ചറിയിച്ചാലും, അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ വാട്സപ്പ് നമ്പർ ഈ സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ അയക്കാൻ സാധിക്കുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കപ്പെട്ട തലത്തിലേക്ക്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലത്തിലേക്ക് ദൈവം നിങ്ങളെല്ലാവരെയും കൊണ്ടുപോകാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ, ഇന്നൊരു കീ സ്പോൺസറാണ് നമുക്കുള്ളത്. എറണാകുളത്ത് നിന്ന് മറ്റൊരു വെൽവിഷറാണ്. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് മക്കളെല്ലാവരും ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കുവാൻ, മൂത്ത മകനും ഭാര്യയ്ക്കും ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ മകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇളയ മകൻ ദൈവ പൈതലായിട്ട് വളരുവാൻ കർത്താവെ അങ്ങയുടെ കൃപ അങ്ങ് പകരണമേ, അനുഗ്രഹങ്ങളെ അങ്ങ് ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അടുത്ത ഒരു കീ സ്പോൺസർ കൂടിയുണ്ട്. പാലക്കാട് നിന്ന് സെലീന തിമോത്തിയാണ്. താങ്ക് യു സിസ്റ്റർ സെലീന. ഇന്ന് കൊച്ചുമകൻ അൻഷുലുവിൻ്റെ ജന്മദിനമാണ്. കർത്താവെ ഈ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ബർത്ത്ഡേ ദിനത്തിൽ ഈ കുഞ്ഞിൻ്റെ മേലെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും അങ്ങ് പകരണമേ കർത്താവെ. ദൈവത്തിൻ്റെ ഹിതം തൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. +1 നല്ലതുപോലെ പഠിക്കുവാൻ, നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഉണ്ടാകുവാൻ കർത്താവെ അങ്ങയുടെ കൃപ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹാപ്പി ബർത്ത്ഡേ അൻഷിൽ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്നൊരു കോ സ്പോൺസർ കൂടിയുണ്ട്. ന്യൂജേഴ്സിയിൽ നിന്ന് നീതു രഞ്ജിത്ത് ആൻഡ് നിത്യ രഞ്ജിത്താണ്. ഇന്ന് സുബിൻ്റെയും നീതുവിൻ്റെയും വിവാഹ വാർഷികമാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ തന്നെ ജൂൺ 13 നീതുവിൻ്റെയും നിത്യയുടെയും ജന്മദിനമാണ് വരാൻ പോകുന്നത്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു നീതു ആൻഡ് നിത്യ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളായ നവമിക്കും ജുവാനയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. എമിയുടെ മേൽ ദൈവികമായ ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ആ സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ ഒരു കാര്യം കൂടി എനിക്ക് ഓർപ്പിക്കാനുണ്ട്. ഈ ആഴ്ചയിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. അതെന്താണ്? ഈ വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന എൻകൗണ്ടർ മീറ്റിംഗ് ആണത്. എൻകൗണ്ടർ ഫ്രൈഡേ സർവീസാണത്. ഈ എൻകൗണ്ടർ നൈറ്റിൽ വൈകിട്ട് 7 മണി മുതൽ 12 മണി വരെ നടക്കുന്ന മീറ്റിങ്ങിൽ പ്രത്യേകിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും നേരിട്ട് കടന്നു വരണം. എവിടെയാണ്? കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നേരിട്ട് കടന്നു വരിക, അറ്റൻഡ് ചെയ്യുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആദ്യത്തെ 4 വചനങ്ങൾ നമ്മൾ കവർ ചെയ്തു. അല്പം സ്ലോയിലാണ് പോകുന്നത്. കാരണം ഈ 2-ാം അധ്യായം എന്ന് പറഞ്ഞാൽ 1-ാം അധ്യായം കഴിഞ്ഞ് 2-ലേക്ക് കയറി കഴിയുമ്പോൾ ഭയങ്കരമാണ്. 2-ാം അധ്യായം അനേകം പ്രാവശ്യം ഈ 2-ാം അധ്യായത്തിൽ ഞാൻ സ്റ്റക്കായി നിന്നിട്ടുണ്ട്. ഞാൻ പേഴ്സണലി വായിക്കാനിരിക്കുമ്പോഴോ ഒരു മെസ്സേജിന് വേണ്ടി ദിവസങ്ങളിലിരിക്കുമ്പോഴൊക്കെ നിരവധി സമയങ്ങളിൽ ഈ ഫിലിപ്പ് ലേഖനം 2-ൽ ഞാനിങ്ങനെ തങ്ങിപ്പോയിട്ടുണ്ട്. മുമ്പോട്ട് പോകാൻ കഴിയാതെ, 3-ലേക്ക് പോകാൻ കഴിയാതെ. അതുകൊണ്ടൊരല്പം സ്ലോയിൽ നമ്മൾ പോവുള്ളൂ. ഞാൻ ഗിയർ ഡൗൺ ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ ഫസ്റ്റ് ഗിയറിൽ, സെക്കൻഡ് ഗിയറിലേക്കേ പോവുള്ളൂ. ഓക്കെ ആണോ? കാരണം അത്രയും റിച്ചായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 2-ാം അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്നോട് സഹകരിക്കണം, തിരക്ക് പിടിക്കരുത്. അതിൽ ആദ്യത്തെ 4 വചനങ്ങൾ വായിച്ചു. ഇനി 5 മുതലുള്ളത് വായിക്കാൻ പോവുക. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ
അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. 5 മുതൽ 11 വരെയുള്ള ഭാഗത്തിൽ നിന്നാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് തന്നെ എല്ലാം പറഞ്ഞ് തീരുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് എങ്ങനെ പോകുന്നു അതുപോലെ പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ വചനങ്ങളിൽ നിന്ന് ഞങ്ങളോട് അങ്ങ് സംസാരിക്കണമേ. ലൈവായി ഇപ്പോൾ ഇത് കാണുന്നവരും ഇതിൻ്റെ റീപ്ലേ ഭാവിയിൽ വർഷങ്ങളിൽ കാണാൻ പോകുന്നവരും ഈ വചനങ്ങളാൽ ശുശ്രൂഷിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, ക്യാരക്ടറിൽ വ്യത്യാസം ഉണ്ടാകട്ടെ. ഞങ്ങളിലെല്ലാവരും അത് സംഭവിക്കട്ടെ. ആമേൻ. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെയാണ്: യുവർ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്, who being in very nature of God did not consider equality with God something to be grasped, but made himself nothing, taking the very nature of a servant, being made in human likeness, and being found in appearance as a man. He humbled himself and became obedient to death, even death on a cross. Therefore, God exalted him to the highest place and gave him the name that is above every name, that at the name of Jesus every knee should bow, in heaven and on earth and under the earth, and every tongue confess that Jesus Christ is Lord, to the glory of God the Father. ഇത് ചുമ്മാ വായിച്ചിട്ട് തന്നെ എന്തൊരു ഇല്ലാത്തൊരു ഫീലിംഗ്. വാവ്, നിങ്ങളുടെ കാര്യം കരഞ്ഞുകൂടാ. ബട്ട് ഐ ഫീൽ സംതിങ് സോ സ്ട്രേഞ്ച് ആൻഡ് സ്പെഷ്യൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ ആൻഡ് സ്പിരിച്വൽ. ഈ വാക്കുകൾ വായിക്കുമ്പോൾ തന്നെ നമ്മളങ്ങ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പോലെ ആയിപ്പോകുന്നു. ഓ, വാട്ട് എ നറേഷൻ. ദ എക്സാമ്പിൾ ഓഫ് ക്രൈസ്റ്റ് ഇൻ ഹ്യൂമിലിറ്റി. താഴ്മയ്ക്കുള്ള ദൃഷ്ടാന്തം, ഉദാഹരണം ക്രിസ്തുവിൽ എങ്ങനെ കാണുന്നു? ക്രിസ്തു താഴ്മയുടെ ഉദാഹരണമായിട്ട് അവതരിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? താഴ്മയുള്ള ഒത്തിരി പേരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധി താഴ്മയുള്ളവനായി ജീവിച്ചു. തൻ്റെ ഒരു മുഖത്ത് കവിളിൽ അടിച്ചപ്പോൾ മറ്റേ കവിള് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വില്യം കേരിയുടെ താഴ്മ കേട്ടിട്ടുണ്ട്. വില്യം കേറിയ ഒരാൾ ഒരിക്കൽ എങ്ങനെയാ ഷൂ മേക്കർ എന്ന് എന്തോ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഷൂ മേക്കർ എന്നുള്ള ഐ എം ജസ്റ്റ് എ കോബ്ലർ, ഞാൻ ചെരുപ്പ് നന്നാക്കുന്നവനാണെന്ന് പറഞ്ഞു. ഷൂ ഉണ്ടാക്കുന്ന ആൾ കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ ആളല്ലേ, ഞാൻ അതുപോലും അല്ല, ഞാൻ ചെരുപ്പ് കുത്തി തുന്നുന്ന ആളാണെന്ന് പറഞ്ഞു. നമ്മൾ മദർ തെരേസ മുതൽ ഇങ്ങോട്ട് ഒത്തിരി വിശുദ്ധ ജീവിതം ജീവിച്ചിട്ടുള്ള, നല്ല ജീവിതം ജീവിച്ചിട്ടുള്ള, സേവനങ്ങളിലൂടെ മനുഷ്യരാശിയെ തൊട്ടുള്ള ഒത്തിരി പേരുടെ ഹൃദയ താഴ്മയും ജീവിതത്തിലെ താഴ്മയും ജെന്യുവിനായിട്ടുള്ള താഴ്മയെക്കുറിച്ചൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു കഥ, യേശു കർത്താവ് താഴ്മയെപ്പോലൊരു താഴ്മ ദുനിയാവിലിനി ഒരാളുടെ ഉദാഹരണത്തിലും കൊണ്ടുവരാൻ സാധ്യമല്ല. കർത്താവ് എത്രത്തോളം തന്നെത്താൻ താഴ്ത്തിയെന്നും എത്രത്തോളം അവൻ ഉയർത്തപ്പെട്ടു എന്നുള്ളത്. ഇപ്പം നമുക്കൊക്കെ ഉള്ളൊരു പരാതിയാണ്, അവൻ എന്നെ താഴ്ത്തി, ഇയാൾ എന്നെ താഴ്ത്തി. ഞാൻ ചോദിക്കുന്നത്, ഈ കർത്താവ് താഴ്ന്നത് പോലെ താഴ്ന്ന ആരെങ്കിലും ഉണ്ടോ? താഴ്ന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അടുത്തൊരു കാര്യം കൂടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇത് പേഴ്സണലായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിന്ന്, ഉദാഹരണത്തിന് ഒരു 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 ഓഫീസിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ, ഒരു ഓർഗനൈസേഷൻ, ബിസിനസ് സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. ചില ആളുകൾ ഒന്ന് ബൈപ്പാസ് ചെയ്ത് കയറിപ്പോയി, വിഷമമുണ്ടാവും. അങ്ങനെയുള്ള ഒത്തിരി പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചില ആളുകളെ ഡൗൺഗ്രേഡ് ചെയ്തു. എന്തായിരിക്കും അകത്തുണ്ടാകുന്നത്? ഇടിച്ച് താഴ്ത്തപ്പെട്ടു, മറ്റുള്ളവരുടെ സ്റ്റാഫിൻ്റെ മുമ്പിലൊക്കെ താഴ്ന്നു പോയി. ഓ, മനസ്സിലുണ്ടാകുന്ന ഹേർട്ട്, വേദന എത്ര വലുതാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, യേശു കർത്താവ് താഴ്ന്നത് പോലെ പാതാളം വരെ താഴ്ന്നു. പാതാളം വരെ, നെതർ വേൾഡ് വരെ യേശു പോയി താഴ്ന്നു. പക്ഷെ ഒരു കാര്യം പറയാം, അത്രയും താഴ്ന്ന സ്ഥലത്ത് നിന്ന് ഒരു ഉയർച്ച ഉണ്ടായി. അതും ഏറ്റവും ഉയർന്ന സ്ഥലത്തേക്ക് ഉയർച്ച ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയില്ലേ? പറ എൻ്റെ കണ്ണിൽ നോക്കി പറ, നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയില്ലേ? നിങ്ങൾ എത്രത്തോളം താഴ്ന്നു പോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് വീണ്ടും ഒരു ഉയർച്ച ഉണ്ടെന്നുള്ള പ്രവചന ദൂത്
ഞാൻ നിങ്ങളെ കണ്ണിൽ നോക്കി പറയുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ലൈവ് ചാറ്റിൽ ഒരു വലിയ ഹാലലി ഇടുക, ഫയർ ഇമോജിയോ ഫോൾഡിങ് ഹാൻഡ്സിൻ്റെ ഇമോജി എന്തെങ്കിലുമൊക്കെ ഇട്ടങ്ങ് സെലിബ്രേറ്റ് ചെയ്യുക. കർത്താവ് താഴ്ന്നു പോയവരെ കർത്താവ് ഉയർത്തും, കുനിഞ്ഞു പോയവരെ കർത്താവ് ഉയർത്തും, കുഴിയിൽ ഇറങ്ങിപ്പോയവരെ കർത്താവ് എഴുന്നേൽപ്പിക്കും, ഉയർത്തും. അതുകൊണ്ട് റെയിൻഹാർഡ് ബോങ്ക് എപ്പോഴും പറയുന്ന കാര്യം ഞാൻ പറയാൻ, ഫ്രം ദ ഗട്ടർ മോസ്റ്റ് ടു ദി അട്ടർ മോസ്റ്റ്. ഏറ്റവും വലിയ ഗട്ടറിൽ വീണ് പോയാൽ അവിടെ നിന്ന് അട്ടർ മോസ്റ്റ് ഏറ്റവും ഉന്നതികളിലേക്ക് ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവം ഉയരങ്ങളിൽ ഇരിപ്പുണ്ട്. അവൻ താഴെ പോയിട്ടില്ല, സിംഹാസനത്തിൽ ഇറങ്ങിയിട്ടില്ല, അവൻ്റെ കൈക്ക് നല്ല നീളമുണ്ട്, രക്ഷിക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈ കുറുകിയിട്ടില്ല, അല്ലെങ്കിൽ അവൻ്റെ കൈ ഷോർട്ട് ഹാൻഡ് അല്ല, ലോങ് ഹാൻഡ് ആണെന്ന്. ഇതിനെക്കുറിച്ച്, ഈ പാസേജിനെ കുറിച്ച് എന്ന് വെച്ചാൽ യേശു കർത്താവിൻ്റെ താഴ്മയെക്കുറിച്ച്, വിനയത്തെക്കുറിച്ച്, തന്നെത്താൻ താഴ്ത്തിയതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ, പെൻ ചെയ്ത ഈ വരികൾ, ദിസ് ഈസ് നോൺ ആസ് ദ മോസ്റ്റ് മൂവിങ് പാസേജ് Paul has ever written about Jesus. യേശുവിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള വരികളിൽ മനുഷ്യ ഹൃദയങ്ങളെ ഏറ്റവും കൂടുതൽ ചലിപ്പിച്ചിട്ടുള്ള ഭാഗം ഇതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭാഗങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. ക്രൈസ്റ്റ് ഈസ് ദ സുപ്രീം എക്സാമ്പിൾ ഫോർ ഹ്യൂമിലിറ്റി. താഴ്മയ്ക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രിസ്തുവിൻ്റെ താഴ്മ. ഹിസ് ആറ്റിറ്റ്യൂഡ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹ്യൂമിലിറ്റി. കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹ്യൂമിലിറ്റിയാണ്, താഴ്മയുടെ മനോഭാവമാണ്. ദി എസൻസ് ഓഫ് ദ ലൈഫ് ഓഫ് ജീസസ് ഈസ് ഹ്യൂമിലിറ്റി. യേശു കർത്താവിൻ്റെ ഭൂമിയിൽ വന്നുള്ള 33 വർഷത്തെ ജീവിതത്തിൻ്റെ എസൻസ് എന്ന് പറയുന്ന, സത്ത് എന്ന് പറയുന്നത് താഴ്മയാണ്. താഴ്മയുള്ളതുകൊണ്ട് മാത്രമാണ് ഈ താണലോകത്തിലേക്ക് അവൻ വന്നത്. ഹിസ് ഹ്യൂമിലിറ്റി ഈസ് അൺപാരലൽഡ് ആൻഡ് യുണീക്ക്. കർത്താവിൻ്റെ താഴ്മയ്ക്ക് സമാന്തരമായി വെക്കാൻ പറ്റിയ ഒന്നുമില്ല. ഉദാഹരണങ്ങളൊക്കെ നമുക്ക് പലതും പറയാം. ഒരിക്കൽ പോലും ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒന്ന് ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു വ്യക്തിത്വത്തിലും കാണാൻ സാധ്യമല്ല. ആൻഡ് ഹിസ് ഹ്യൂമിലിറ്റി ഈസ് നോട്ട് ഫുള്ളി കോംപ്രിഹെൻസീവ് ടു അവർ മൈൻഡ്സ്. നിങ്ങൾക്കാകട്ടെ എനിക്കാകട്ടെ നമ്മുടെ തലച്ചോറ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് ഒരിക്കലും യേശു കർത്താവിൻ്റെ ഈ താഴ്മയെ പൂർണ്ണമായും ഗ്രഹിക്കാൻ നമുക്ക് ആർക്കും സാധ്യവുമല്ല. നമുക്ക് ആർക്കും പറ്റില്ല. ഞാൻ നിങ്ങളോട് എൻ്റെ ഈ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ മുറിയിൽ പ്രഭാത പ്രാർത്ഥനയിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ശക്തമായൊരു വചനം ഇങ്ങനെ 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 എംബോസ് ചെയ്ത് എഴുന്നേറ്റ് വരികയാണ്. അതിതായിരുന്നു മാത്യു 11:29. For I am gentle and humble in heart. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിച്ചോളാൻ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുഖമേറ്റ് എന്നോട് പഠിച്ചോളാൻ കർത്താവ് പറയുക. ഞാൻ ആ സമയത്ത് ഈ വചനം ഇടപെട്ടപ്പോൾ ഞാൻ വാവിട്ട് കരഞ്ഞു ദൈവസന്നിധി. കർത്താവേ, അതുപോലൊന്ന് പഠിക്കാൻ, താഴ്മയിലൊന്ന് ട്രെയിൻഡ് ആകാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. യേശു കർത്താവ് 7 സ്റ്റെപ്പുകളായിട്ടാണ് താഴ്ന്നിറങ്ങിയത്. ഏതൊരു ദുഃഖവെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ സർവീസിൽ ഞാനിത് സവിസ്തരം പ്രസംഗിച്ചിട്ടുണ്ട്. യൂട്യൂബിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, തപ്പി നോക്കുക, ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നത് നല്ലതാണ്. പക്ഷേ എൻ്റെ നട്ട്ഷെല്ലിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ ഒരു നട്ടായി മാത്രം അത് ഞാൻ പറയാം, ചുരുക്കി പറയാം. 7 പടികൾ. 1, ഹി സെറ്റ് അസൈഡ് ഹിസ് ഡിവൈൻ ഫോം. 6-ാമത്തെ വചനത്തിൽ പറയുന്നത് ദൈവരൂപം താൻ മാറ്റിവെച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവരൂപം താൻ മാറ്റി വെച്ചു. 6-ാം വചനത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ. ചിലതിൽ നേച്ചർ എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഹി സെറ്റ് അസൈഡ് ഹിസ് ഡിവൈൻ ഫോം. അവൻ ദൈവരൂപത്തിലാണ് ഇരുന്നത്, അത് താൻ മാറ്റിവെച്ചു. അതിൻ്റെ അർത്ഥം ഹി ഡിഡ് നോട്ട് സീസ് ടു ബി ഗോഡ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഹി ഡിഡ് നോട്ട് സീസ് ടു ബി ഗോഡ്. അതിൻ്റെ അർത്ഥം താൻ ദൈവം അല്ലാതായി എന്നല്ല, ദൈവം അല്ലാതായി മനുഷ്യനായി എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതൊന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. ദൈവത്വമല്ല താൻ മാറ്റിവെച്ചത്, ദൈവരൂപമാണ് മാറ്റിവെച്ചത്, ദൈവത്തിൻ്റെ ഫോമാണ് മാറ്റിവെച്ചത്. അവൻ ദൈവം അല്ലാതായില്ല. യേശു മനുഷ്യനായ സമയത്ത് വെറും മനുഷ്യനായി തീർന്നു.
അവൻ ആ സമയത്ത് 33 വർഷം ദൈവം അല്ലായിരുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ അല്ല. He never ceased to be God. യേശു ഒരിക്കലും ദൈവം അല്ലാതായിട്ടില്ല. When he was on earth, he was still God. ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അവൻ ദൈവം തന്നെയായിരുന്നു. ഇതിന് കാരണം one cannot change his nature. ഒരാൾക്കും തൻ്റെ നേച്ചർ മാറ്റാൻ സാധ്യമല്ല. നേച്ചർ മാറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് എ മാൻ ഈസ് ഓൾവേസ് എ മാൻ. ഒരു മനുഷ്യൻ എല്ലായ്പ്പോഴും മനുഷ്യനായിരിക്കും, മനുഷ്യൻ്റെ സ്വഭാവം കാണിക്കുള്ളൂ. An animal is always animal. ഒരു മൃഗത്തിനും മനുഷ്യനാകാൻ സാധ്യമല്ല, മനുഷ്യപ്രകൃതത്തിലേക്ക് വരാൻ സാധ്യമല്ല. ബട്ട് ഓൺലി ദ ഫോം ക്യാൻ ബി ചേഞ്ച്ഡ്. ഒരു മനുഷ്യന് ഈ ഓണമൊക്കെ വരുന്ന സമയത്ത് ഏതൊരു സമയത്ത് പുലികളി എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്ത് കാണാം. അപ്പോൾ ഒരു മനുഷ്യന് പുലിയുടെ രൂപത്തിൽ ഈ വയറിലൊക്കെ പെയിൻറ് ചെയ്ത് അവിടെയൊക്കെ വരച്ച്, അതുപോലെ പല ഫാൻസി ഡ്രസ് ഷോകളിലും ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ ചില TV ഷോകളുണ്ട്. അതിലൊക്കെ ജിറാഫായിട്ട്, മനുഷ്യനായിട്ട്, പാമ്പായിട്ട്, ടോട്ടസായിട്ട്, കങ്കാരുവായിട്ടൊക്കെ പല മനുഷ്യരും ഒറിജിനൽ പോലെ തോന്നും. അതുപോലെ ഫോം മാറും, പക്ഷെ അതിനകത്ത് ഒരു മനുഷ്യനും ഇരിപ്പുണ്ട്, മനുഷ്യൻ്റെ നേച്ചറും ഇരിപ്പുണ്ട്. ഇതുപോലെ തന്നെ ജീസസ് വാസ് ആൻഡ് ഈസ് ആൻഡ് വിൽ ബി ഓൾവേസ് ഗോഡ്. യേശു ദൈവമായിരുന്നു, യേശു ദൈവമാണ്, ഇനി യേശു ദൈവമായിരിക്കുകയും ചെയ്യും. ഒരു മാറ്റമില്ല. സോ ഓൺലി ഹിസ് ഫോം ചേഞ്ച്ഡ് വെൻ ഹി കെയിം ടു ദിസ് വേൾഡ്. ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ രൂപമാണ് മാറിയത്. പുറമെയുള്ള രൂപം മാറി, അകത്തിരിക്കുന്നത് ദൈവം തന്നെയായിരുന്നു. യോഹന്നാൻ 1:1-2 വചനങ്ങൾ വായിക്കുമ്പോൾ, ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. അവിടെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ഇനി പറയുന്നതാണ് ദ വേർഡ് വാസ് ഗോഡ്. വചനം ദൈവം ആയിരുന്നു. കൊലോസ്യ ലേഖനം 1:15 വായിച്ചു നോക്കിയേ. ഹി ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്, ദ ഫസ്റ്റ് ബോൺ ഓവർ ഓൾ ക്രിയേഷൻ. അവൻ ദൈവപ്രതിമയും സകല സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. എൻ്റെ അർത്ഥം ആദ്യം ഉണ്ടാക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല പറയുന്നത്. അവൻ പഴഞ്ഞകാല നിത്യതയിൽ എന്നും ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹീബ്രൂസ് 1:3, എബ്രായ ലേഖനം 1:3 വായിച്ച്, ദ സൺ ഈസ് ദ റേഡിയൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി and the exact representation of his being, sustaining all things by his powerful word. After he had provided purification for sins, he sat down at the right hand of the majesty in heaven. എൻ്റെ മലയാളം പിന്നീട് വായിച്ചാൽ മതി. പുത്രൻ ദൈവത്തിൻ്റെ പ്രഭയാണെന്നും പ്രകാശമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. സ്ക്രീനിൽ ഒരു വിഷയം നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. പക്ഷെ ഇതിന് ശേഷം 33.5 വർഷം ഇവിടെ വന്ന് കാര്യങ്ങൾ ചെയ്ത ശേഷം വീണ്ടും താൻ ആ ദൈവത്തിൻ്റെ വലതുഭാഗത്തെത്തി എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ ഭൂമിയിലേക്ക് വന്ന സമയത്ത് യേശു കർത്താവ്, ഹി വാസ് ഗോഡ്, ഹി വാസ് ദ സൺ ഓഫ് ഗോഡ്, ഹി വാസ് ഹാവിങ് ദ നേച്ചർ ഓഫ് ഗോഡ്, ഹി വാസ് വൺ വിത്ത് ഗോഡ്, ഹി വാസ് ഈക്വൽ വിത്ത് ഗോഡ്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളെല്ലാം വചനത്തിലുണ്ട്. അവൻ ദൈവമായിരുന്നു, ദൈവപുത്രനായിരുന്നു, ദൈവത്തിൻ്റെ നേച്ചർ അവനുണ്ടായിരുന്നു, സ്വഭാവങ്ങളുണ്ടായിരുന്നു. കർത്താവ് പിതാവുമായിട്ട് അവൻ ഒന്നായിരുന്നു, ദൈവമായിട്ട് അവൻ ഒന്നായിരുന്നു, ദൈവത്തോട് സമനായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ബൈബിളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് അവിടെ കാണുന്ന എന്താണ്? ഹി സെറ്റ് അസൈഡ് ഹിസ് ഡിവൈൻ ഫോം. 7 പടികളിലായിട്ടാണ് യേശു താഴുന്നത്, തന്നെത്താൻ താഴ്ത്തിയത്. അതിലൊന്നാണ് ദൈവത്തിൻ്റെ രൂപം മാറ്റിവെച്ചിട്ട് മനുഷ്യൻ്റെ രൂപമെടുത്തു. അടുത്തത്, ഹി ഡിഡ് നോട്ട് ഗ്രാബ് ടു ഹിസ് ഈക്വാലിറ്റി വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള സമത്വം അവൻ മുറുകെ പിടിച്ചില്ല. അടുത്തത് അതാണ്, ദൈവത്തോടുള്ള സമത്വം. എൻ്റെ അർത്ഥം, ഹി ഗേവ് അപ്പ് ഓൾ ദ പ്രിവിലേജസ് ആസ് ഗോഡ്, ദ ഗ്ലോറി, ദ മാജസ്റ്റി, ദ വർഷിപ്പ്, ഓണർ. സ്വർഗത്തിലിരിക്കുമ്പോൾ യേശു കർത്താവിന് എന്തുണ്ടായിരുന്നു? ദൈവം എന്ന രീതിയിലുള്ള ഒത്തിരി പ്രിവിലേജസ് ഉണ്ട്. അതിലൊന്നാണ് ദ ഗ്ലോറി, ദൈവമഹത്വം, മാജസ്റ്റി, ദെൻ വർഷിപ്പ്. സകല സൃഷ്ടി ചരാചരങ്ങളും ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത് ഗാലക്സികളിൽ നിന്ന്, മിൽക്കി വേയിൽ നിന്ന്, കോൺസ്റ്റലേഷൻസിൽ നിന്ന്, നക്ഷത്രക്കൂട്ടങ്ങളിൽ നിന്നൊക്കെ മ്യൂസിക് വരുന്നുണ്ടെന്ന് പറയുന്നത്.
അതെല്ലാം പ്രൈസ് മ്യൂസിക്കാണ്. പക്ഷികൾ കളകൂജനങ്ങൾ ഉയർത്തുന്നതും ഈ ഈ ഈ ഈ തിമിംഗലങ്ങൾ തുടങ്ങിയ സകല മത്സ്യങ്ങളും പുറപ്പെടുവിക്കുന്ന ഓരോ മൃഗങ്ങളും പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളും എല്ലാം വാസ്തവത്തിൽ സ്രഷ്ടാവിനുള്ള പ്രൈസായിട്ട് വേണം കണക്കാക്കാൻ. ഓക്കെ, എന്നാൽ അതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട്, വേണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് വേണ്ടി വെറും മനുഷ്യരൂപത്തിൽ അവനിവിടെ ജീവിച്ചു. ഈ ഭാഗത്തൊക്കെ നമുക്ക് ഭയങ്കര സ്ട്രഗിളുള്ള കാര്യമാണ്. നമുക്ക് താഴേക്ക് താഴുക എന്ന് പറയുന്നത്. വി ഡോണ്ട് വാണ്ട് ടു ലീവ് ദ പൊസിഷൻസ് ആൻഡ് പ്രിവിലേജസ് വി ഹാവ്. നമുക്കുള്ള സ്ഥാനങ്ങളും നമുക്കുള്ള മാനങ്ങളും നമുക്കുള്ള പ്രത്യേകമായ ആനുകൂല്യങ്ങളൊന്നും വിട്ടുകളയാൻ നമ്മളാരും നോർമലി തയ്യാറാവില്ല. മാൻ യൂഷ്വലി ഗ്രാബ്സ് ടു പൊസിഷൻസ്. നമുക്കെല്ലാവർക്കും സ്ഥാനത്തെ മുറുകെ പിടിക്കുന്നൊരു സ്വഭാവമുണ്ട്. The devil tried to grab God's position. ദൈവത്തിൻ്റെ സ്ഥാനം പിടിച്ചെടുത്ത് ദൈവസിംഹാസനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് പിശാച് ശ്രമിച്ചത്. പൊട്ടിപ്പാളീസായിപ്പോയി, അത് വേറെ കാര്യം. പക്ഷെ അവൻ്റെ ഉള്ളിലാണ് ഇത് വന്നത്. ജീസസ് ഗേവ് ഹിസ് പൊസിഷൻ ആൻഡ് ലോവേഡ് ഹിംസെൽഫ്. എന്നാൽ യേശു തൻ്റെ ആ സ്ഥാനം ഒന്ന് മാറ്റി വെച്ചിട്ട് തന്നെത്താൻ താഴേക്ക് ഒന്ന് കൈയുയർത്തി പ്രാർത്ഥിക്കർത്താവേ, താഴ്മയുടെ സ്വഭാവം ഞങ്ങൾക്കും തരണമേ. ഹി മെയ്ഡ് ഹിംസെൽഫ് നത്തിങ്. അടുത്ത 7 പടിയാണ് അതിലടുത്തത്. ഹി മെയ്ഡ് ഹിംസെൽഫ് നത്തിങ്. തന്നെത്താൻ ഒന്നുമല്ലാത്തവനാക്കി തീർത്തു എന്ന് വെച്ചാൽ സീറോ പോലെ ആക്കി മാറ്റി. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരു ഒഴിഞ്ഞ കപ്പിന് മാത്രമേ സെർവ് ചെയ്യാൻ പറ്റൂ. കപ്പ് ഒഴിഞ്ഞിരിക്കുവാണെങ്കിൽ, അതിൽ ഒരു കപ്പിൽ മുഴുവൻ എന്തെങ്കിലും നിറഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ സെർവ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും അതിലേക്ക് ഒഴിക്കാൻ പറ്റും. ഒഴിച്ചെങ്കിൽ മാത്രമേ സെർവ് ചെയ്യാൻ പറ്റൂ. ജീസസ് എംപ്റ്റീഡ് ഹിംസെൽഫ്. ഒരു കപ്പ് പോലെ തന്നെത്താൻ ഒഴിച്ചു, എല്ലാം മാറ്റി. ഹി കെയിം ഔട്ട് ഓഫ് ദ ഇറ്റേണൽ സ്പിരിച്വൽ ഹെവൻലി റെലം ടു ടെമ്പററി ഫിസിക്കൽ എർത്തിലി റെലം. കർത്താവ് ചെയ്ത പരിപാടി നോക്കി. നിത്യമായ, ആത്മീയമായ, സ്വർഗീയമായ ആ മണ്ഡലം മേഖല വിട്ടിട്ട് താൽക്കാലികമായതും ഭൗതികമായതും ആയ, അല്ലെങ്കിൽ ഭൗതികമായ എപ്പോൾ വേണേലും മാറിപ്പോകാവുന്ന ടെമ്പററി ആയിട്ടുള്ള ഈ മണ്ഡലത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. ഹി ഗേവ് അപ്പ് ഓൾ റെപ്യൂട്ടേഷൻ. തൻ്റെ എല്ലാ എങ്ങനെ അതിനെ പറയേണ്ടത്, പുകഴ്ചയും റെപ്യൂട്ടേഷൻ, മതിപ്പും എല്ലാം വിട്ടു. Jesus, like emptying a pot of water, emptied until nothing was left. തന്നിലൊന്നും അവശേഷിക്കാത്ത രീതിയിൽ ഒരു കപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജാറിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് പോലെ മുഴുവൻ തൻ്റെ ജീവിതം മുഴുവൻ താൻ pour out ചെയ്തു. നമ്പർ 4 എഴുതി വെക്കുക. He was made in human likeness. മനുഷ്യ സാദൃശ്യത്തിലായി. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യം, രൂപം മാറ്റിവെച്ചിട്ട് മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കോലത്തിൽ ഈ ഭൂമിയിൽ വന്നു. ഹി വാസ് നോട്ട് എ ഹ്യൂമൻ, ബട്ട് ഹി ബിക്കെയിം എ ഹ്യൂമൻ ഫോർ എ പീരിയഡ്. എന്നാൽ അവൻ ഒരു കാലഘട്ടത്തേക്ക് മനുഷ്യരൂപത്തിൽ വന്നു. ദിസ് ഷോസ് ഹിസ് ഡെലിബറേറ്റ് എൻട്രി ഇൻ ടു ഹ്യൂമൻ ഹിസ്റ്ററി. മനുഷ്യ ചരിത്രത്തിലേക്കുള്ള മനഃപൂർവമായ ഒരു പ്രവേശനമായിരുന്നു, ദൈവത്തിൻ്റെ പ്രവേശനമായിരുന്നു യേശുവിൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടത്. ഹി ചേഞ്ച്ഡ് ഹിസ് ഡ്രസ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ രൂപം എന്ന് പറയുന്ന ആ രൂപം മാറാൻ വേണ്ടി തൻ്റെ വേഷം അങ്ങ് മാറി. മനുഷ്യൻ്റെ വേഷത്തിൽ വന്നു. മാൻ വാസ് ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കിയത്? ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യമാണ്. യേശു എന്താ ചെയ്തത്? നേരെ തിരിച്ചു. അവൻ മനുഷ്യൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും കോലത്തിലുമായി. ദൈവം മനുഷ്യൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമായി മാറി. നേരെ ഓപ്പോസിറ്റ്. നമുക്ക് സംഭവിച്ചതിൻ്റെ ഓപ്പോസിറ്റ് കർത്താവിന് സംഭവിച്ചു. എബ്രായ ലേഖനം 2:9 വായിക്കുമ്പോൾ, ബട്ട് വി സീ ജീസസ് വാസ് മെയ്ഡ് എ ലിറ്റിൽ ലോവർ ദാൻ ദി ഏഞ്ചൽസ്, നൗ ക്രൗൺഡ് വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ ബിക്കോസ് ഹി സഫേർഡ് ഡെത്ത്, സോ ദാറ്റ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് he might taste death for everyone. നോക്കിയേ, യേശു കർത്താവ് ചെയ്ത പരിപാടിയൊക്കെ. അവൻ ദൂതന്മാരെക്കാൾ താൻ അല്പം മാത്രം താഴ്ത്തി. അതിനുശേഷം തേജസ്സും ബഹുമാനവും നിന്നെ അണിയിച്ചിരിക്കുന്നു. എന്നിട്ട് എല്ലാവർക്കും വേണ്ടി അവൻ എന്ത് ചെയ്തു?
മരണത്തെ ആസ്വദിച്ചു, അല്ലെങ്കിൽ മരണത്തെ രുചിച്ചു. താൻ അനുഭവിച്ച കഷ്ടങ്ങളാണ്. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു രാജാവ് തൻ്റെ രാജ്യത്തിലെ ഒരു വില്ലേജിൽ ഭയങ്കരമായ ദാരിദ്ര്യവും രോഗങ്ങളൊക്കെ വന്നിട്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്നു എന്ന് കേട്ടു. ഉടനെ അദ്ദേഹം ചെയ്ത പരിപാടി, അത് തൻ്റെ കിരീടവും ചെങ്കോലും രാജസിംഹാസനവും രാജവസ്ത്രമൊക്കെ അങ്ങ് മാറ്റി ഒരു സാധാരണക്കാരനെ പോലെ വേഷം മാറി. എന്നിട്ട് അദ്ദേഹം ഈ കുഗ്രാമത്തിൽ ചെന്ന് ഒരു ഗ്രാമീണനെ പോലെ തന്നെ അവിടെ അവരോടൊപ്പം ജോലി ചെയ്യുന്നു. അവരെ പലരെയും കാണുന്നു. അവരിൽ പലർക്കും സൗഖ്യം വരുത്തുവാൻ വേണ്ടി അധ്വാനിക്കുന്നു. അങ്ങനെ പലരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് മെച്ചപ്പെട്ട സമയത്ത് തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെട്ടു. തന്നെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി. തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അതിശയം, അയ്യോ അങ്ങ് എന്തിനാണ് ഞങ്ങൾ അറിഞ്ഞില്ല, രാജാവേ പ്രഭോ. അവർ കരയാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉയർത്താൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ വന്നത്. എന്നിട്ട് അദ്ദേഹം തിരിച്ച് വീണ്ടും കൊട്ടാരത്തിലേക്ക് പോയി ആ രാജകീയ വേഷം അണിഞ്ഞ് തൻ്റെ ഭരണം തുടർന്നു. അപ്പോൾ ഇത് തന്നെയല്ലേ യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്? അവൻ ദൈവരൂപത്തിലിരിക്കെ, രാജാധിരാജാവായിരിക്കെ, അതെല്ലാ വേഷവും മാറ്റിവെച്ച് നമ്മെപ്പോലെയായി ഈ ഭൂമിയിൽ വന്ന് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. He stepped out of the throne to step into our place. നമ്മുടെ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി അവൻ സിംഹാസനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. നമുക്കൊരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നെഞ്ചിൽ കൈവച്ച്, കർത്താവേ, ഇതുപോലെയാകാൻ നീ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവേ, രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. ആസ്മ രോഗമുള്ള ചിലർ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഈ ഗോപിക, രേഷ്മ, അങ്ങനെയുള്ള ചില പേരുകൾ എൻ്റെ അകത്ത് വരുന്നു. വീസിങ് പ്രോബ്ലം, ആസ്മ രോഗം, അതോടൊപ്പം തന്നെ ത്രോട്ടിനോടനുബന്ധിച്ച് രോഗമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഷോൾഡറിനുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ശരീരത്തിൽ ചില ഡിസ്ചാർജുകൾ വരികയും അങ്ങനെ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഉറങ്ങാൻ കഴിയാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി കർത്താവ് ഇന്നൊരു വിടുതൽ കൊടുക്കണമേ. എല്ലാ കരങ്ങളും നീട്ടുക. ഏത് വിഷയത്തിലും കർത്താവ് ഒരു വിടുതൽ അങ്ങ് കൊടുക്കുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഈ അടുത്ത ഭാഗങ്ങൾ തുടരാം. ഇതെനിക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ പല ഭാഗങ്ങളും എനിക്ക് ഇനി നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ.